വർഷം 1990 കോട്ടയം ജില്ലയിൽ തൃക്കാരായിക്കുളം എന്ന ചെറിയ ഗ്രാമം. അന്നത്തെ ദിവസം ആ നാട് ഉണരുന്നത് അന്നുവരെ അവർ കേട്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടാണ്. തൃക്കാരായിക്കുളത്തൂടെ കടന്നുപോകുന്ന ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു സ്ത്രീയുടെ നഗ്നമായ മൃതദേഹം ആസിഡൊഴിച്ച് മുഖം വികൃതമായ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ വാർത്ത തൃക്കാരായിക്കുളത്തും പരിസര പ്രദേശങ്ങളിലും കാട്ടുതീ പോലെ പടരുന്നു. ആ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സംഭവം അറിഞ്ഞ സ്ഥലത്തേക്ക് ശരവേഗത്തിൽ ഒഴുകിയെത്തുന്നു. അവിടെ എത്തിയവരിൽ ചിലർ ഈ ദാരുണ രംഗം സഹിക്കവയ്യാതെ മൃതദേഹം പച്ചിലകൾ കൊണ്ട് മറയ്ക്കുന്നു. അല്പസമയത്തിനകം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾക്കൊടുവിൽ പ്രേതവിചാരണ നടത്തുകയും മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുന്നു. ഒരാഴ്ചയ്ക്കിപ്പുറം തൃക്കാരായിക്കുളത്ത് നിന്നും 3 കിലോമീറ്റർ അപ്പുറം അറുന്നൂറ്റിമംഗലം എന്ന സ്ഥലത്ത് ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും വീണ്ടും ഒരു സ്ത്രീയുടെ മൃതദേഹം സമാനമായ രീതിയിൽ കണ്ടെത്തുന്നു. അപ്പോഴേക്കും ആദ്യം മരിച്ച സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ നിന്നും ആദ്യം കൊല്ലപ്പെട്ട സ്ത്രീ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മരിച്ച ഇരു സ്ത്രീകളുടെയും മുഖം വികൃതമായതിനാൽ ആളെ തിരിച്ചറിയുക എന്നത് പോലീസിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറി. കൊല്ലപ്പെട്ട 2 സ്ത്രീകളും തൃക്കാരായിക്കുളത്തോ അതിന്റെ പരിസര പ്രദേശങ്ങളിലോ ഉള്ളതല്ല എന്ന് പോലീസിനും നാട്ടുകാർക്കും അതിനോടകം മനസ്സിലായി കഴിഞ്ഞു. ഒരാഴ്ചയുടെ ഇടവേളയിൽ നടന്ന 2 കൊലപാതകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആ നാടിനെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തി. മറുഭാഗത്ത് കൊല്ലപ്പെട്ട സ്ത്രീകളെയും കൊലയാളിയെയും കണ്ടെത്താനാകാതെ പോലീസ് വട്ടം ചുറ്റി. ഇതിനിടയിലാണ് തൃക്കാരായിക്കുളത്തുനിന്നും അല്പം മാറിയുള്ള രാമൂർ എന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടാകുന്നത്.